വേഗോട്ടെ ഇറങ്ങി വാ ചേട്ടാ വേഗോട്ടെ. ഈ വേലായുധനാലെങ്ങനെ സൈസ അല്ല 5 ആൾ തികച്ചു വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. 5 പേരെ കൊണ്ടുവരുന്നെന്നും പറഞ്ഞ പഞ്ചായത്ത് പിരിവിടുന്നത് മെമ്പർക്ക് കാശടിക്കാനുള്ള ഒരു പണിയാ. അപ്പൊ നമ്മളൊക്കെ പഞ്ചായത്താണല്ലേ, സർക്കാർ പരിപാടി അതിന്റെ പേരില് ഫുഡൊക്കെ നന്നായിരിക്കും അല്ലേ? സർക്കാര് അതാര്? അത് പറഞ്ഞപ്പോൾ ഓർത്തത്, തല്ലിന് പോണെങ്കിൽ ചെറായി പോണം. കള്ളും കരിമീനും കഴിച്ച മനുഷ്യൻ പോണ്ടാറേ പോവും. ആ ഈ കടവ് കടന്ന മുള്ളംകൊല്ലിയായി. നിങ്ങളിരുന്നോ, ഞാൻ പോയിക്കോളാം. വേലായുധന്റെ കാല് തല്ലി ഓടിക്കാൻ കഴിയാഞ്ഞിട്ടൊന്നും അല്ല, പിന്നെ ഇതിൽ ഇടപെടണ്ടെന്ന് ചെറിയ നമ്പ്യാര് പറഞ്ഞിട്ടാ ഞാൻ വിട്ടത്. ഒന്ന് വേഗമാണോ? ഒരു വയസ്സൻ കാക്കയാ ഇവിടുത്തെ തുഴക്കാരൻ. നീന്താൻ പോവാ? ഒരു ചൊറിച്ചിൽ ബസ്സിലിരുന്നേന്റെയാ. മാന്തിക്കണ്ട, മാന്തിക്കോ. ഇതാരൊക്കെയാ കീരിയ വിരുന്നുകാര്? നിന്റെ ബന്ധുക്കളാ? അതെ, ഉത്സവം കാണിക്കാൻ കൊണ്ടുവന്നായിരിക്കും. വാ കേറ്. എല്ലാരും കയറ്, കയറിക്കോ കയറിക്കോ. എനിക്ക് സൈഡ് സീറ്റ് വേണം, കാറ്റ് വേണം. ഇവിടെ ഇരിക്കാം. വാ. എന്നെ തന്നെ ഞാൻ പറ്റിച്ചു. കീരിയുടെ അമ്മോന്റെ അമ്മായിയുടെ ഒക്കെ മക്കളായിരിക്കും അല്ലേ? അതെ. ഇവനെ മാത്രം കീരിയുടെ ബന്ധുവാന്ന് കണ്ടാ പറയൂല. അത് ഞാൻ മസിൽ ലൂസാക്കി പിടിച്ചിട്ടാ. മസില് ലൂസാക്കി പിടിച്ചിട്ടാ. ചിലപ്പോ അതായിരിക്കും. പേരെങ്ങനാ? രാജൻ, ഇടിമുട്ടി രാജൻ. ഓ, പേര് കേട്ട ആരും ഒന്ന് ഞെട്ടിപ്പോവും കേട്ടോ. പേര് കേട്ടത്. എല്ലാവരും ഒന്ന് സഹകരിക്കണം. കണ്ടു കഴിഞ്ഞവർ കാണാനുള്ളവർക്ക് അവസരം കൊടുക്കൂ പ്ലീസ്. ഇതെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അവര് ഭക്ഷണം എല്ലാവർക്കും കാണാനുള്ള സംവിധാനം പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സംയമനം പാലിക്കൂ. എല്ലാവരും വയറു നിറച്ച് കഴിച്ചല്ലോ, സന്തോഷമായല്ലോ. ഒരു പൊറോട്ട അരക്കറിയും കൂടി. ഗുണ്ട ഒന്നിന് 3 പൊറോട്ടയും 1 കറിയുമാ പഞ്ചായത്ത് വകയിരുത്തിയത്. ഇപ്പൊ 8 പൊറോട്ടയും 3 കറിയായി. ഇനിയും വേണ്ടി വരുമോ? ഫുഡ് മോശമായ ഇടിയുടെ വെയിറ്റ് കുറയും, അതാ പ്രശ്നം. മെമ്പറെ അടി വന്നാണ് കേട്ടോ, അത് ഉറപ്പാ. അതന്നെ കയ്യും കാലും ഒടിച്ചൊരു മൂലക്കാക്കണം. ഇനി ജമ്പത്തിലെ വണ്ടിട്ട് നടക്കണം. എന്താ ഇവിടെ ഒരു കോള്? മട്ടാഞ്ചേരിന്ന് കൊണ്ടുവന്ന ഗുണ്ടകൾക്ക് തീറ്റ കൊടുക്കുക. ഓ, പഞ്ചായത്തിന്റെ പരിപാടിയാ. ഞാനും 50 രൂപ കൊടുത്തതാ. നോക്കട്ടെ, ഇനിയും വേണ്ടി വരുമോ? ഇനി ഒരു 1 അവർ കഴിഞ്ഞിട്ട് കഴിച്ചാ മതി. ഓ, ഇത് വീണ്ടും അടിക്കേണ്ടി വരും. എന്തൊരു തീറ്റ. മട്ടാഞ്ചേരിക്കാർ ഒറിജിനൽ തന്നെയാണോ മെമ്പറെ? ഒറിജിനലാണോ കുന്നംകുളമാണോ പോയി മണപ്പിച്ച് നോക്ക് പോ. മുള്ളൻകൊല്ലിയിലെ സഹൃദയരായ നാട്ടുകാരെ, എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുക. മുണ്ടോട്ടര ജനതാ ട്രൂപ്പിന്റെ ഗാനമേള ഉടൻ തുടങ്ങുന്നതാണ്. ഹലോ, കണ്ടിട്ടൊരു സുന്ദരിയെ പോലുണ്ടല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എല്ലാരും ഇവിടെ തന്നെ കാണണം. ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ടാഗേക്ക് പോരാ. അല്ല മെമ്പറെ, കട്ടൻ പൊങ്ങുന്നതിന് മുമ്പ് ഞാനൊന്ന് പാടിയാലോ? ഗാനമേള കണ്ടൂടല്ലോ. അതല്ലേ കണ്ടു വെച്ചേക്കണത്. മെമ്പറെ കണ്ടത് നന്നായി. നമ്മുടെ കൂടെ വന്നവരൊക്കെ ഇവിടെ ആരും കാണാനില്ല. പോയാ ഇവിടെ നിൽക്കുകയായിരുന്നോ? അല്ല, തുടങ്ങണ്ടേ? ഇരുട്ടത് ആള് മാറി പോകണ്ട. ശരിക്കും നോക്കി വെച്ചോ, ഞാനാ വേലായുധൻ. ഇതെപ്പ എത്തി? നമ്മുടെ ഇടിമുട്ടി അവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ഞാൻ ആ കഥനക്കാരന്റെ അടുത്ത് കാണും. സമയമാകുമ്പോ എല്ലാരും കൂടെ അങ്ങോട്ട് വന്നാ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ചെക്കനെ അങ്ങോട്ട് പറഞ്ഞിട്ടാലും മതി. ഒരു പ്രത്യേക അറിയിപ്പ്. മഠത്തിൽ ദിവേഷ് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിന് പിറകുവശത്ത് എത്താൻ അഭ്യർത്ഥിക്കുന്നു. മഠത്തിൽ ദിവേഷിനെ കാത്ത് അച്ഛൻ.
Come on, boy. Come on. ഓ രക്ഷപ്പെട്ട്. ഓടിക്കളഞ്ഞു സാർ. മട്ടാഞ്ചേരിക്കാരാ, പഞ്ചായത്ത് പിരിവിട്ട് ഇറങ്ങിയതാ. നമ്മളാരാ? ഞാനാ വേലായുധൻ. ഒന്നുമില്ലേ, സാറൊരു പോലീസാണ്. ഈ പോലീസുകാരുടെ പണിയല്ല. കുണ്ടായുസം കാണിക്കുന്നവന്മാരെ നിലയ്ക്ക് നിർത്തുക. ആദ്യം നമ്മൾ മര്യാദയ്ക്ക് പറഞ്ഞു നോക്കും. കേൾക്കുന്നില്ലേ, പിടിച്ച് 4 പൊട്ടിക്കും. അതിപ്പം മന്ത്രി ആയാലും പഞ്ചായത്ത് മെമ്പർ ആയാലും കുണ്ടായുസം തന്നെ. അപ്പോ താൻ മുള്ളംകൊല്ലിയിലെ പോലീസ് സ്റ്റേഷനാണ്, സഞ്ചരിക്കുന്ന പോലീസ് സ്റ്റേഷൻ. നമ്മുടെ കേളപ്പേട്ടന്റെ മോള് ലീല, അവൾ എന്നെ വിളിക്കുന്നത് മുള്ളംകൊല്ലി മഹാരാജാവെന്ന്. ഞാൻ കേക്ക് വിളിക്കില്ല, എന്നാലും അങ്ങനെ വിളിക്കുന്നത്. അതെന്താ കേൾക്ക വിളിക്കാത്തത്? അതിനെന്നെ കാണുമ്പോ പേടിയാ, കൊച്ചല്ലേ. നമ്മളാണെങ്കിൽ ഇച്ചിരി അടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. കർക്കിടക മാസത്തെ മഴയ്ക്ക് മുള്ളംകൊല്ലിപ്പുഴ സാറ് കണ്ടിട്ടില്ലല്ലോ. കുത്തൊലിപ്പിന് ഇന്നതൊക്കെയാ വരിക എന്നൊന്നുമില്ല. കാട്ടാന വരെ ഒഴുകി വന്നിട്ടുണ്ട്. നാണുവേട്ടനറിയാം. പിന്നെ അങ്ങനെ ഒരു മലവെള്ള പാച്ചിൽ ഒഴുകി വന്നതാ എന്റെ അമ്മ. അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞി വാവയായിട്ട് അന്ന് ഞാനും ഉണ്ടായിരുന്നു. എന്നെ ആ കരയിലേക്ക് പ്രസവിച്ചിട്ട് അമ്മ പിന്നെ എങ്ങോട്ട് ഒഴുകിപ്പോയി. പിന്നെ മുള്ളംകൊല്ലിയിലുള്ള എല്ലാ അമ്മമാരും ചേർന്ന് എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ. വളർന്ന് തണ്ടും തടിയുള്ള ആണൊരുത്തനാവുമ്പോ അവരുടെ കാര്യങ്ങൾ നോക്കാനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ലേ സാറേ? സാറ് പറ. നാട്ടിലൊരു പ്രശ്നം വന്ന ആണുങ്ങളാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇടപെട്ട് തീർക്കും അല്ലേ? എന്നാ പിന്നെ ഈ സ്റ്റേഷനും കൂടെ നിന്നെ അങ്ങ് ഏൽപ്പിക്കാം. നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ നീ തീർത്തോളൂല്ലോ. തൽക്കാലം ആ മൂലയ്ക്ക് അങ്ങനെ പോയിരിക്കും. കാണോട്ടാ. ഓ, ഇതെന്തോന്ന് സാധനം? ഈ ഞാൻ വെച്ച മരപ്പട്ടിയോ? രണ്ടും കൂടെ കുറേച്ച ആള് സാധു സാറേ. ആഹാ, അക്കരയ്ക്ക് ആളുണ്ടേ. കാലിക്ക് എന്താ പറ്റി മെമ്പറെ? അടി മറിഞ്ഞതാ. വൈദ്യരെ കണ്ട് മരുന്ന് കുഴമ്പൊക്കെ വാങ്ങിച്ചു. മട്ടാഞ്ചേരിക്കാർ അടി മറിഞ്ഞുകൊണ്ട് കുറുപ്പിന്റെ കാലിനാ പറ്റി. ഇയാൾ ഓരോ കൂട്ടത്തിൽ വന്നല്ലേ, പോയില്ലേ? വണ്ടി മിസ്സായി. മട്ടാഞ്ചേരിക്കാരെ കൊണ്ടും കാര്യം ഉണ്ടായില്ലല്ലോ മെമ്പറെ. അപ്പോ നാട്ടുകാരൊക്കെ പിരിച്ച കായ് തിരിച്ചു കൊടുക്കുവോ? എന്തിനാ തിരിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ട് വേലായുധനെ പോലീസ് പിടിച്ചില്ലേ? ഇനി 5-6 മാസം അകത്ത് കിടക്കും. അതിനുള്ള വകുപ്പുകളൊക്കെ ഈ കുറിപ്പ് പോലീസിന് പറഞ്ഞു കൊടുത്തിട്ടാ വന്നത്. ശിക്ഷ 6 മാസം എന്നുള്ളത് 1 കൊല്ലത്തേക്ക് നീട്ടാനുള്ള വകുപ്പുകൾ പഞ്ചായത്ത് വക ഗ്രാൻഡായിട്ട് വേറെയും കൊടുക്കും. അല്ലപ്പം പോണില്ലേ? അവനെ ഞാൻ കൂടെ നിർത്തിയതാ. കിട്ടാക്കുറ്റി കടകൾ കുറെ പിരിച്ചെടുക്കാനുള്ളതാണ്. പേരിന് ഒരു ഗുണ്ടയാണല്ലോ. ഇന്നലെ എന്റെ കോൺസെൻട്രേഷൻ മാറിപ്പോയതാണ്. ഇനി അവൻ എന്റെ മുന്നിൽ വരട്ടെ, കിട്ടിമുട്ടുന്ന പവർ ഞാൻ കാണിച്ചു കൊടുക്കാം. ആ എത്തിയോ? അവിടേക്ക് ഞാൻ തോളിലിരിക്കാം. ഏയ്, ഞങ്ങൾ അക്കരക്കാക്കിട്ട് കൊടുക്കും. തോണി മടക്കണ്ട, ഞാൻ വന്നോളാം. ഇടിപൊട്ടി നീ പോയില്ലേ? ഓൻ എന്റെ കയ്യും കാലും ഒടിക്കാണ്ട് പോവില്ലാന്ന് വാശി. അങ്ങനാണോ? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഇവരെ വിദ്യകളാക്കി പേടിക്കണ്ട. നിനക്ക് നീന്താൻ അറിയോ? എന്നാ ചാടി നീന്തിക്കോ. ഇപ്പൊ പോയ അക്കരയ്ക്ക് അങ്ങാടി നിന്ന് ബസ്സുണ്ട്. വണ്ടിക്കാശിന്റെ കയ്യിൽ അത് കുറിപ്പ് വരും. മെമ്പറെ, ഇവന്റെ ബസ്സിന്റെ പൈസ കൊടു. ചില്ലറേറ്റ് തന്നാ മതി, നോട്ടായ നനയും. Oh!